പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ ധന്യമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ രണ്ടാമത്തെ ക്ലാസ്സിൽ നമുക്ക് ഒരുമിച്ച് ആയിരിക്കാൻ ദൈവമായ കർത്താവ് സഹായിച്ച ദൈവത്തിൻ്റെ വിശ്വാസങ്ങൾക്കായി ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവസേനയിലായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായും കർത്താവിൻ്റെ ദാസന്മാർക്കായും സഹോദരി സഹോദരന്മാർക്കായും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എല്ലാ ദൈവമക്കൾക്കും എൻ്റെ വന്ദനം അറിയിക്കുകയാണ്. സമാഗമന കൂടാരത്തെക്കുറിച്ച്, അതിൻ്റെ ഇൻട്രഡക്ഷനെ കുറിച്ച് ആദ്യത്തെ ക്ലാസ് നമുക്ക് ഒരുമിച്ച് ചിന്തിപ്പാൻ ദൈവം നമ്മെ സഹായിച്ചു. അതിനുള്ള തുടർന്നുള്ള വിഷയങ്ങളാണ് ഇന്ന് രാവിലെ സമയം ഒരുമിച്ച് ചിന്തിപ്പാൻ ദൈവസേനയിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവമക്കളെല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥനയോടെ ദൈവകൃപയിൽ ആശ്രയിച്ച് ദൈവസേനയിലായിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് കൃപാസനത്തോടും അടുത്ത് വരികയാണ്. അങ്ങയുടെ തിരുവചനം ഒരുമിച്ച് ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്കത് വ്യാഖ്യാനിച്ചു തരണമേ. ഞങ്ങളുടെ ബുദ്ധിയെ തുറക്കണം കർത്താവേ. സ്വർഗത്തിലെന്നേക്കും സ്ഥിരമായിരിക്കുന്ന മാറ്റമില്ലാത്ത തിരുവചനം അത് നന്നായി ചിന്തിപ്പാനും പഠിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് തരണം. ഞങ്ങൾക്ക് പ്രശംസിപ്പാനൊന്നുമില്ല കർത്താവേ. അങ്ങയുടെ ക്രൂശ് അല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ല. എളിയവരെ ഒരു പ്രാവശ്യം കൂടെ ദൈവമേ അങ്ങയുടെ മുമ്പാകെ സമ്പൂർണമായി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. എല്ലാ ദൈവമക്കളെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. പുതിയ നിയമ ഉപദേശങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്ന പഴയ നിയമത്തിലെ ഒരു ശില്പമാണ് സമാഗമന കൂടാരം. സമാഗമന കൂടാരം ഉണ്ടാക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ കൽപ്പനയായിരുന്നു. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ, ഞാൻ അവരുടെ മധ്യത്തിൽ വസിക്കുവാൻ അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. സമാഗമന കൂടാരം ഉണ്ടാക്കണമെന്ന് ദൈവത്തിൻ്റെ കൽപ്പനയായിരുന്നു. ചരിത്രത്തിൽ അതിപുരാതനത്വം അവകാശപ്പെടുന്ന ചരിത്ര തെളിവുകൾ ലോകത്തിന് മുമ്പാകെ നിരത്തി വെക്കാവുന്ന ഒരു ജാതിയാണ് യഹൂദൻ. യഹൂദ ജാതിയുടെ ചരിത്രം പൂർവ്വപിതാവായ അബ്രഹാം മുതൽ ആരംഭിക്കുന്നു. ഇന്നത്തെ ഇറാഖ്, മെസൊപ്പൊട്ടോമിയ, കൽദയ പട്ടണത്തിൽ നിന്ന്, ആ ഊരിൽ നിന്ന് ദൈവം അബ്രഹാമിനെ സത്യ ആരാധനയ്ക്കായി വിളിച്ച് വേർതിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 1 വാക്യങ്ങൾ നമുക്ക് അതിൽ കാണുവാനായിട്ട് സാധിക്കും. ദൈവം അബ്രഹാമിനെ ആ ഊരിൽ നിന്ന് വിളിക്കുമ്പോൾ ഏകദേശം 75 വയസ്സായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. യഹൂദന്മാരുടെ ചരിത്രത്തിൽ പല കാലഘട്ടങ്ങൾ കാണുവാൻ കഴിയും. അവിടെ മിസ്രൈമ്യ അടിമത്വം അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളാകും. ആ ദേശക്കാരെ സേവിക്കും. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അവരുടെ പ്രവാസകാലം 430 വർഷങ്ങൾ എന്ന് നമുക്ക് തിരുവചനത്തിൽ നിന്ന് കാണുവാനായിട്ട് സാധിക്കും. 430 വർഷം ന്യായപ്രമാണം കൊടുക്കുന്നത് വരെയാണ് എന്നാണ് ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. 430 ആണ്ട് കഴിഞ്ഞിട്ടുണ്ടായ ന്യായപ്രമാണ വാഗ്ദത്തത്തെ നീക്കുവാൻ തക്കവണ്ണം അത് ദൈവം ഉറപ്പാക്കിയ
നിയമത്തെ ദുർബലമാക്കുന്നില്ല. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം. മിസ്രൈമിലേക്ക് യാക്കോബിന്റെ കൂടെ വന്നവരിൽ ലേവി ഉണ്ടായിരുന്നു. ലേവിയുടെ ഒരു മകനായിരുന്നു കെഹാഹത്ത്. കെഹാഹത്തിന്റെ മകൻ അമ്രാം. അമ്രാമിന്റെ മക്കളായിരുന്നു മോശയും അഗരോനും. യാക്കോബിനെ കൂട്ടിയാൽ മോശ വരെ 4 തലമുറ. അബ്രഹാമിനോട് ദൈവം പറഞ്ഞ പ്രകാരം 4-ാം തലമുറ വരെ മിസ്രൈമിനെ അവർ സേവിച്ചു. മോശയുടെ കാലത്ത് അവർ മിസ്രൈം വിട്ടുപോകുന്നു. മിസ്രൈമിൽ ഇസ്രായേൽ മക്കൾ അടിമകളാകുന്നത് യോസേപ്പിനെ അറിയാത്ത രാജാവ് വന്നതോടുകൂടെ ഒടുവിൽ യോസേപ്പിനെ അറിയാത്ത മറ്റൊരു രാജാവ് മിസ്രൈമിൽ വന്നു. നമുക്ക് പുറപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യോസേപ്പിനെ അറിയാത്ത മറ്റൊരു രാജാവ് മിസ്രൈമിൽ വന്നു. ആ രാജാവ് വളരെ ഉപായം പ്രയോഗിച്ച് പിതാക്കന്മാരെ പീഡിപ്പിച്ചു. ഇങ്ങനെ കണക്കാക്കുമ്പോൾ അവരുടെ മിസ്രൈം പ്രവാസം 215 വർഷത്തിൽ അധികമാകുവാൻ തരമില്ല. യാക്കോബ് ഫറവോന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ തന്നെ യാക്കോബിന് 130 വയസ്സുണ്ടായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 47-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പുതിയ നിയമത്തിന്റെ മൂലഭാഷയായ എബ്രായ ഭാഷയിൽ നിന്ന് ഗ്രീക്കിലേക്ക് തർജ്ജിമ ചെയ്തപ്പോൾ സന്താനങ്ങളും അവരുടെ പിതാക്കന്മാരുമായി കനാനിലും ഈജിപ്തിലും കഴിച്ച അവരുടെ പ്രവാസകാലം 430 വർഷമെന്ന് കാണുവാനായിട്ട് സാധിക്കും. അബ്രഹാം കനാനിലെത്തിയ ശേഷം ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്ത സമയം തുടങ്ങി സീനായിൽ ന്യായപ്രമാണം കൊടുക്കുന്നത് വരെ 430 വർഷങ്ങളായിരുന്നു. ദൈവം അബ്രഹാമിനെ വിളിച്ചത് BC 1921. മിസ്രൈം എന്നുള്ള ഇസ്രായേലിന്റെ പുറപ്പാട് BC 1491. യാക്കോബ് മിസ്രൈമിലെത്തിയത് BC 1706. ഇസ്രായേൽ മക്കളുടെ പുറപ്പാട്, മിസ്രൈം എന്നുള്ള പുറപ്പാട് BC 1491. ദൈവത്തിന്റെ സമയമായപ്പോൾ ദൈവം ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ചു. സ്തോത്രം. മരുഭൂമി വഴിയായി വാഗ്ദത്ത നാടായ കനാനിലേക്ക് അവർ യാത്ര തിരിച്ചു. ഫെലിസ്ത്യ ദേശത്തുകൂടി നടന്ന് അവർക്ക് വളരെ കുറച്ച് ദിവസം കൊണ്ട് കനാനിലെത്താമായിരുന്നു. എന്നാൽ യുദ്ധം ചെയ്ത് പരിചയമില്ലാത്ത ഈ ജനം തങ്ങളോട് യുദ്ധം ചെയ്യുവാൻ മറ്റുള്ള ജാതികൾ വരുന്നത് കണ്ടിട്ട് മിസ്രൈമിലേക്ക് മടങ്ങിപ്പോകാതിരിപ്പാൻ ദൈവം അവരെ മരുഭൂമിയിൽ കൂടെ ചുറ്റി ചുറ്റി നടത്തി. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ ദൈവമക്കളെ ഒരു വിഷയം ഓർക്കണമേ. നമ്മുടെ മരുപ്രയാണ യാത്രയിൽ പലപ്പോഴും ഇതുപോലെ വണ്ടറിങ്, ചുറ്റി സഞ്ചരിക്കേണ്ടതായ സാഹചര്യങ്ങൾ പലതും കടന്നു വരുമ്പോൾ ഓർക്കണമേ, ഇതിന്റെ പിന്നിൽ ദൈവത്തിന്റെ ചില ഉദ്ദേശമുണ്ട്. നമ്മുടെ മരുഭൂമി യാത്രയിൽ പലപ്പോഴും ചില വിഷയത്തിന് ഉത്തരം കിട്ടാതെ വണ്ണം, പലതും മനസ്സിലാകാതെ വണ്ണം, ചിലയിടത്തൊക്കെ ദൈവം നമ്മളെ വെയിറ്റ് ചെയ്യിക്കുന്നതും ഉഴന്ന് നടക്കേണ്ടതായ അവസരങ്ങളൊക്കെ കടന്നു വരുന്നത്, അതിൻ്റെ എല്ലാം പിന്നിൽ നാം കൃപയിൽ നിൽക്കുവാൻ ദൈവം അറിഞ്ഞുകൊണ്ട് ദൈവം നമ്മെ നടത്തുന്ന വഴികളാണ്. 40 ദിവസം കൊണ്ട് അവർക്ക് കനാനിൽ പ്രവേശിക്കാമായിരുന്നു. എന്നാൽ കനാൻ ദേശം ഒറ്റുനോക്കുവാൻ പോയവരുടെ അവിശ്വാസം നിമിത്തമായി
ഒരു ദിവസത്തിന് 1 വർഷം വീതം 40 ദിവസത്തിന് 40 വർഷം അവർ മരുഭൂമിയിൽ കൂടി അവരെ നടത്തി. നോക്കണമേ ദൈവമക്കളെ, നമുക്കറിയാമല്ലോ സംഖ്യാപുസ്തകം 14 അധ്യായത്തിന്റെ 33 മുതലുള്ള ഭാഗങ്ങള് നമ്മൾ വായിച്ചാൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവരുടെ അവിശ്വാസം നിമിത്തം, സ്തോത്രം, അവർ അവിശ്വാസം നിമിത്തം 40 ദിവസത്തിന് 40 വർഷക്കാലം അവരെ മരുഭൂമിയിൽ നടത്തി. അവരുടെ അവിശ്വാസം നിമിത്തം സഭ മുഴുവൻ കുഴഞ്ഞു. അനേകർ പിന്മാറ്റത്തിലേക്ക് പോയി. സഭ മുഴുവൻ ദുഃഖത്തിലായി. അവിശ്വാസത്തിന്റെ വാക്കുകൾ. എന്നാൽ അതിന് മധ്യേ യോശുവയും കാലേബും അവർക്ക് വേറൊരു സ്വഭാവം ഉണ്ടായിരുന്നു. അവർ ജനത്തെ അമർത്തി അവിശ്വാസത്തെ ശാസിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, മുമ്പിൽ ദൈവം ചിലതിനെ പിടിച്ചടക്കുവാൻ, കൈവശമാക്കുവാൻ നിന്റെ മുമ്പിൽ ദൈവം നിനക്ക് വേണ്ടി വഴികളെ തുറന്നപ്പോൾ, ചില പ്രതികൂലത്തെ കണ്ടുകൊണ്ട്, ചില അലാഖ്യ മല്ലന്മാരെ കണ്ടുകൊണ്ട് നീ വെറും ഒന്നുമില്ലെന്ന് അവരുടെ മുമ്പിൽ നിന്നെ തന്നെ തോന്നിക്കുന്നത് അതൊരു പിശാചിന്റെ തന്ത്രമാണ്. എത്ര വലിയ ശക്തമായ ബലമുള്ള അനാഖ്യ മല്ലന്മാരെ കീഴടക്കിക്കൊണ്ട് പ്രതികൂലങ്ങളെയെല്ലാം മാറ്റിക്കൊണ്ട് നമ്മുടെ ദൈവം നമുക്ക് ചിലത് പിടിച്ചെടുക്കുവാൻ ഈ ദിവസങ്ങളിൽ ദൈവം നമ്മെ സഹായിക്കും. ദൈവമക്കളെ, മരുപ്രയാണ യാത്രയിൽ അവിശ്വാസം തള്ളിക്കളഞ്ഞുകൊണ്ട് എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഇസ്രായേൽ മക്കളും ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ടതൊന്നും കണ്ടിട്ടല്ല, കാഴ്ചയാലല്ല. അവരെ യാത്ര തിരിച്ചതെല്ലാം വിശ്വാസത്താലാണ്. സ്തോത്രം. വിശ്വാസത്താൽ പ്രായമുള്ള അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ, വളരെ നടക്കാൻ പോലും ശക്തിയില്ലാത്ത അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ, ജനിച്ച പിഞ്ചു കുഞ്ഞുങ്ങള്, പ്രായമായി കല്യാണം കഴിക്കാൻ പ്രായമായ പെൺകുട്ടികള്, യൗവനക്കാരെ, ഈ ലക്ഷാധിപതി ലക്ഷം ജനം എന്തുകൊണ്ടാണ് മിസ്രൈം വിട്ടിട്ട് ഇറങ്ങി തിരിച്ചത്? വിശ്വാസത്താലാണ്. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, വിശ്വാസത്താൽ കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച ദൈവത്തിന്റെ പൈതല്, നിനക്കും നിന്റെ തലമുറയ്ക്കും നിന്റെ കുടുംബത്തിനും നിന്റെ മാതാപിതാക്കൾക്കും നിന്റെ ചാർച്ചക്കാർക്കും നിന്റെ കൂടെ ഇറങ്ങിത്തിരിച്ച സകലർക്കും വിശ്വാസത്തിനു വേണ്ടി ഇറങ്ങിത്തിരിച്ച ദൈവത്തിന്റെ മരുഭൂമിയിൽ നിന്റെ ദൈവം നിന്നെ കരുതുവാൻ ശക്തനാ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്ന ദൈവമക്കളൊന്ന് സ്തോത്രം ചെയ്താട്ട്. നിന്റെ തലമുറയ്ക്ക് വേണ്ടി കരുതുവാൻ അവൻ ശക്തനാണ്. ഒന്നും കണ്ടിട്ടല്ലാതെ വിശ്വാസ ജീവിതത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച ഹല്ലേലൂയ മാതാപിതാക്കളുടെ തലമുറയാണ് ഇവിടെ ഇരുന്ന് ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്. സ്തോത്രം. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. 40 വർഷത്തെ അവരുടെ മരുഭൂമി യാത്രയിൽ 42 സ്ഥലത്ത് അവർ പാളയം മാറ്റി അടിച്ചാണ് വാഗ്ദത്ത നാടായ കനാനിൽ അവർ എത്തിച്ചേർന്നത്. എവിടെയൊക്കെ അവർ പാളയം അടിച്ചിരുന്നു എന്ന് മോശക്രമത്തിൽ സംഖ്യാപുസ്തകം 33 അധ്യായത്തിന്റെ 2 മുതലുള്ള വാക്യങ്ങളെ താഴോട്ട് നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ നോക്കിയാൽ അത് സിസ്റ്റമാറ്റിക്കായിട്ട്, ക്രമമായിട്ട് സംഖ്യാപുസ്തകം 33 അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ ആ സ്ഥലത്തു നിന്ന് മറ്റു സ്ഥലത്തേക്ക് മാറി പാളയം അടിക്കുന്നത് അവരുടെ ഇഷ്ടപ്രകാരമായിരുന്നില്ല. പിന്നെയോ ദൈവത്തിന്റെ ആലോചന പ്രകാരം ആയിരുന്നു. മേഘം പൊങ്ങുമ്പോൾ അവർ യാത്ര പുറപ്പെടും. മേഘം നിൽക്കുന്നിടത്ത് അവർ പാളയം അടിക്കും. നോക്കണമേ, സ്തോത്രം. ദൈവമക്കളെ, മരുഭൂമിയിൽ അവരുടെ യാത്രയിൽ ദൈവത്തിന്റെ ആലോചന പ്രകാരമാണ് അവർ ഓരോ ദിവസവും മുന്നോട്ട് യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. മേഘം പൊങ്ങുമ്പോൾ കുറ്റിയൂരി ടെന്റെല്ലാം കെട്ടിയിട്ട് മേഘം പോകുന്നതിന് പിന്നാലെ മേഘത്തിന്റെ കൂടെ അവർ യാത്ര ചെയ്യും. മേഘം എവിടെ നിൽക്കുന്നോ അവർ ടെന്റ് അടിച്ച് ആ ദൈവ സാന്നിധ്യത്തിൽ അവർ വസിക്കും. ദൈവമക്കളെ, നമ്മുടെ മരുപ്രയാണ യാത്രയിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം എങ്ങനെയാണ്? പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ട് ദൈവാലോചനയിൽ
അത്യുന്നതന്റെ മറവിൽ സർവശക്തന്റെ നിഴലിന്റെ കീഴിൽ ആണോ ദിനം തോറും നാം വസിക്കുന്നത്? സ്തോത്രം. ക്രിസ്ത്യ ജീവിതത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചിട്ട് വചനവിരുദ്ധമായതും കുറവിട്ടതുമായ അനേക കാര്യങ്ങളിൽ നാം ഇടപെട്ടിട്ട്, സ്തോത്രം, ദൈവമക്കളെ, ഓടി വന്ന് കാലും കൈ വിട്ട് അടിച്ചിട്ട് കാര്യമില്ല. കൃപ വിട്ടുപോയാൽ അത്യുന്നത മറവിൽ നിന്ന്, സർവശക്തന്റെ നിഴലിൻ കീഴിൽ നിന്ന്, സ്വന്തം ആലോചന പ്രകാരം, സ്വന്തമായ തന്ത്രപ്രകാരം, സ്വന്തമായ കാര്യങ്ങൾ ആവിഷ്കരിച്ച് ദൈവാലോചന ഇല്ലാതെ പോയി കുടുങ്ങി ബന്ധനത്തിലായി പ്രശ്നത്തിലായിട്ട് ഓടി വന്ന് പിന്നെ കാലും കൈ അടിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ മരുപ്രയാണ യാത്രയിൽ നമ്മുടെ ഓരോ സ്റ്റെപ്പും ദൈവമക്കളെ, സ്തോത്രം, ദൈവത്തിന്റെ ആലോചന പ്രകാരമാകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ ആലോചന പ്രകാരമായിരുന്നു അവര് പാളയമടിച്ചത്. ഇസ്രായേൽ മക്കളുടെ മരുഭൂമിയിലെ യാത്ര ദൈവത്തിന്റെ കൽപ്പന പ്രകാരമായിരുന്നു. രക്ഷിക്കപ്പെട്ട ദൈവ പൈതലേ, സ്തോത്രം, നമ്മുടെ ഓരോ ദിവസവുമുള്ള നമ്മുടെ ക്രിസ്ത്യ ജീവിതം എങ്ങനെയുള്ളതാണ്? സ്തോത്രം, നാം ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടതാണ്. വേദപുസ്തകത്തിൽ നിന്ന് അനേക വാക്യങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ പറയുവാനുണ്ട്. ആസാബ് 73 സങ്കീർത്തനത്തിന്റെ 24 വാക്യത്തിലെ ആസാബ് ഇങ്ങനൊരു കാര്യം പറയുന്നുണ്ട്: നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് നീ എന്നെ ചേർത്തുകൊള്ളും. സങ്കീർത്തനം 73 24 വാക്യം. നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ ചേർത്തുകൊള്ളും. ദൈവമക്കളെ, കഴിഞ്ഞ നാളുകളിൽ കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച് പലപ്പോഴും ദൈവാലോചന വിട്ട് നമ്മൾ ജീവിച്ചിട്ടുണ്ടാകാം. ദൈവത്തിന്റെ വാക്കിന് വിപരീതമായ അനുസരണക്കേടിലൊക്കെ ജീവിച്ച് അതിൻ്റെ കോൺസിക്വൻസ് ഒക്കെ നമ്മൾ അനുഭവിച്ചുണ്ടാകാം. എന്നാൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവാലോചന വിട്ട് ആരെങ്കിലും സ്വന്തം ഇഷ്ടപ്രകാരം കാൽ ചുവടി വെക്കുന്നെങ്കിൽ അത് അപകടമാണ്. നമ്മുടെ മരുഭൂമി യാത്രയിൽ, സ്തോത്രം, പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിധൂണിലും എപ്പോൾ മേഘം മാറുമോ അപ്പോൾ മാത്രം അതിൻ്റെ ആ ഷെയ്ഡിൽ, ദൈവിക പ്രൊട്ടക്ഷനിൽ, ദൈവ സാന്നിധ്യത്തിൽ, ദൈവാലോചനയിൽ, ദൈവിക സംരക്ഷണത്തിൽ ദിനം തോറും മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. 40 വർഷത്തെ ഇസ്രായേൽ ജനത്തിന്റെ മരുഭൂമി യാത്രയിൽ മാറി മാറി പാളയമടിച്ച സ്ഥലങ്ങളിൽ 11ാമത്തെ പാളയം ആയിരുന്നു സീനായി. പ്രൈസ് ലോർഡ്, സ്തോത്രം. മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, ഇസ്രായേലിന്റെ 42 സ്ഥലത്ത് അവർ പാളയമടിച്ചു. സംഖ്യാപുസ്തകം 33 അധ്യായത്തിന്റെ 2 മുതൽ 49 വരെയുള്ള അധ്യായങ്ങളിൽ അതിനെക്കുറിച്ച് ക്രമമായി പറഞ്ഞിട്ടുണ്ട്. അതിൽ 11ാമത്തെ സ്ഥലങ്ങളിലാണ്, സീനായ് മലയിലാണ് ഇസ്രായേൽ മക്കൾ പാളയമടിച്ചത്. ഇസ്രായേൽ മക്കൾ മിസ്രൈം എന്ന് പുറപ്പെട്ടതിൻ്റെ 50ാം ദിവസം അവർ സീനായ് മരുഭൂമിയിലായിരുന്നു. ഇസ്രായേൽ മക്കൾ മിസ്രൈം എന്ന് പുറപ്പെട്ടതിൻ്റെ 3ാം മാസത്തിൽ അതേ ദിവസം അവർ സീനായ് മരുഭൂമിയിലെത്തി. പുറപ്പാട് പുസ്തകം 19ാം അധ്യായത്തിന്റെ 1 വാക്യങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതേ ദിവസം എന്ന് പറഞ്ഞിരിക്കുന്നത് യഹൂദന്മാരുടെ പാരമ്പര്യത്തിൽ പെന്തക്കോസ് എന്നാണ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. പെന്തക്കോസ് എന്നതിന് അർത്ഥം നമുക്കറിയാലോ, 50 എന്നാണ്. ഇസ്രായേൽ മക്കളുടെ 7 പെരുന്നാളിലെ 4ാമത്തെ പെരുന്നാളാകുന്ന പെന്തക്കോസ് പെരുന്നാൾ, അവരുടെ 3ാമത്തെ പെരുന്നാളായ ആദ്യബലക്കറ്റ നീരാജനം ചെയ്തതിന്റെ 50ാം ദിവസം വരുന്ന പെരുന്നാളാണ് പെന്തക്കോസ് പെരുന്നാൾ. ആദ്യബലക്കറ്റ നീരാജനം ചെയ്യുന്ന അന്നു മുതൽ 7 ശബത്ത് കഴിഞ്ഞ് പിറ്റേ ദിവസം പെന്തക്കോസ്, അതായത് 7 into 7 49, the second day, പിറ്റേ ദിവസം ഒന്നുകൂടെ കൂട്ടുമ്പോൾ 50 ദിവസം. നോക്കണമേ, ഇസ്രായേൽ മക്കൾ മിസ്രൈം എന്ന് പുറപ്പെട്ട ഇതിന്റെ 3ാം മാസം അതേ ദിവസം അവർ സീനായ് മരുഭൂമിയിലെത്തി.
അത് പെന്തക്കോസ് 50-ാമത്തെ ദിവസമായിരുന്നു. ഈ 50-ാമത്തെ ദിവസത്തിന് പ്രത്യേകത പുതിയ നിയമത്തിൽ നമുക്കറിയാമല്ലോ. പെന്തക്കോസ് പെരുന്നാളിൽ ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് യഹൂദന്മാർ പെരുന്നാളിന് വേണ്ടി വന്നു കൂടിയിട്ടുണ്ട്. എന്നാൽ വാഴ്ത്തപ്പെട്ട നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വാഗ്ദത്ത പ്രകാരം നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എൻ്റെ പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും ശമരിയിലും ലോകത്തിന്റെ അറ്റത്തോളം പോകണം. നോക്കണം, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ അടുത്ത് എന്ന് പരിശുദ്ധാത്മാവിനെ മേടിച്ച് അതിനുവേണ്ടി കാത്തിരുന്ന, മാളിമുറി കാത്തിരുന്ന 120 പേർ, യേശുവിൻ്റെ അമ്മ മറിയ സഹിതം അവർ കാത്തിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അവരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നതായിട്ട് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മാത്രമേ പുതിയ നിയമ സഭയുടെ ശിലാസ്ഥാപനം നടന്നത് ഈ 50-ാം ദിവസമാണ്. വേദപുസ്തകത്തിലെ ഈ 50 എന്ന് പറയുന്നതിനൊക്കെ അതിന് ചില പ്രത്യേകത തിരുവചനത്തിൽ നിന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ വിഷയം ഇസ്രായേൽ സീനായ് മരുഭൂമി എന്നുള്ള വിഷയമാണ് ഇപ്പോൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. സീനായ് മലയെപ്പറ്റി പുറപ്പാട് പുസ്തകം 24-ാം അധ്യായത്തിന്റെ 12 മുതൽ 16 വരെയും 18 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പെന്തക്കോസ്ത് നാളിനെ കുറിച്ച് ഞാൻ ഇനി തുടർന്നുള്ള ക്ലാസ്സിൽ വ്യക്തമായി തിട്ടമായി എടുക്കേണ്ട ഭാഗങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ ആ വിഷയത്തെക്കുറിച്ച് ഞാൻ ഇച്ചിരൂടെ ഡീറ്റെയിൽ ആയിട്ട് പുതിയ നിയമ സത്യങ്ങളെക്കുറിച്ച് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. മോശ സീനായി പർവ്വതത്തിൽ, ദൈവമക്കളെ, സീനായി മലയ്ക്ക് 3 ഉയർന്ന സ്ഥാനങ്ങളുണ്ട്. ധാരാളം അറബികൾ ഇപ്പോൾ ഈ സ്ഥലത്ത് തിങ്ങിപ്പാർക്കുന്നു. ഇതിനെ പൊതുവായിട്ട് ജബൽ മൂസ എന്നാണ് അറബികൾ ഉപയോഗിക്കുന്നത്. അറബിയിൽ ജബൽ എന്ന് പറഞ്ഞാൽ പർവ്വതം, കുന്ന് എന്നുള്ള ഭാഷയാണ്. ഈ ജബൽ മൂസയുടെ തെക്ക് വശത്തായിട്ട് ജബൽ ഹൂം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അതിന് അടുത്ത സ്ഥലത്ത് 3-ാമതായിട്ട് ജബൽ സർബാർ എന്ന് പറഞ്ഞൊരു കുന്നുണ്ട്. എന്നാൽ സീനായ് മല പറ്റി പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ജബൽ മൂസ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇപ്പൊ അവിടെ ധാരാളം അറബികൾ കുടിയേറി പാർക്കുന്ന ഒരു സ്ഥലമാണ്. ജനം സീനായ് മരുഭൂമിയിലായിരിക്കുമ്പോൾ ദൈവം മോശെ സീനായ് പർവ്വതങ്ങളിലേക്ക് വിളിച്ചു. നീ കയറി വന്ന് ഇവിടെ ഇരിക്ക. ഇപ്രകാരം മോശ കുറെ കയറി പോയ ശേഷം ഒരു സെർട്ടൻ ഡിസ്റ്റൻസ് അവിടെ ഇരുന്നു. 7-ാം ദിവസമാണ് ദൈവം മോശെ പർവ്വത മുകളിലേക്ക് വിളിക്കുന്നത്. അങ്ങനെ മോശ പർവ്വത മുകളിൽ ദൈവത്തിന്റെ അടുക്കൽ 40 ദിവസം ആഹാരം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും ഇരുന്നതായിട്ട് ആവർത്തന പുസ്തകം തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവമക്കളെ, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. ദൈവസന്നിധിയിൽ ഭക്ഷണം വെടിഞ്ഞ് വെള്ളം വെടിഞ്ഞ് ഉപവാസത്തോട് ദൈവസന്നിധി ഇരിക്കുന്ന ദൈവവൈതലേ, അല്ലേ, വെള്ളം കുടിച്ചോണ്ട് ഭക്ഷണം മാത്രം കഴിച്ചോണ്ട് ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്ന ദൈവവൈതലേ, സ്തോത്രം. ദൈവസന്നിധി ചെലവഴിക്കുന്ന സമയങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹവും വിടുതലുമാണ്. യെശയ്യാ പറഞ്ഞ 40-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യത്തില് യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. സ്തോത്രം, ഹല്ലേലൂയ. ദൈവമക്കളെ, സീനായിൽ വെച്ച് ദൈവം കൊടുത്ത 2 പ്രമാണങ്ങൾ 2 വിധത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കൂടുതൽ സീനായിൽ വെച്ച് കൊടുത്ത പ്രമാണങ്ങൾ 2 വിധത്തിൽ. ഒന്ന് വരമൊഴി പ്രമാണം,
2 വാമൊഴി പ്രമാണം. 10 കൽപ്പനകളാണ് വരമൊഴി പ്രമാണം എന്ന ദൈവം തൻ്റെ വിരലുകൊണ്ട് 2 കൽപ്പനകളിൽ എഴുതി കൊടുത്തു. പുറപ്പാട് പുസ്തകം 31 അധ്യായത്തിന്റെ 18 മുതൽ 25 വരെയുള്ള ഭാഗങ്ങളും 15 മുതൽ 15-16 വാക്യങ്ങളിലും നമുക്കിത് കാണുവാനായിട്ട് സാധിക്കും. പുറപ്പാട് പുസ്തകം 31 അധ്യായത്തിന്റെ 18, 32, 15, 16 ഭാഗങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സീനായ് മലയിൽ വെച്ച് 2 വിധത്തിലുള്ള പ്രമാണവും കൊടുത്തത്. ഒന്ന് റിട്ടണായിട്ടുള്ളത്, 2 വാഗൊണ്ട് പറഞ്ഞ പ്രമാണം. 10 കൽപ്പന വരമൊഴിയായിട്ട് തന്റെ വിരൽ കൊണ്ട് എഴുതി ദൈവം കൊടുത്തു. എന്നാൽ യാഗങ്ങളുടെ വ്യവസ്ഥകൾ, ഉത്സവങ്ങൾ, പൗരോഹിത്യ കർമ്മങ്ങൾ, യഹൂദന്മാരുടെ ഭക്ഷണത്തിലുള്ള വ്യവസ്ഥകൾ, ശുദ്ധീകരണ നിയമങ്ങൾ ആദിയായവ ദൈവം മോശയ്ക്ക് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. ഇതാണ് വാമൊഴി പ്രമാണം. ഞാൻ ഒന്നുകൂടെ പറയാം നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ. സീനായ് മലയിൽ വെച്ച് ദൈവം പ്രമാണം കൊടുക്കുന്നത് 2 രീതിയിലാണ്. ഒന്ന് വരമൊഴി പ്രമാണം, 2 വാമൊഴി പ്രമാണം. 10 കൽപ്പന തന്റെ കരങ്ങൾ കൊടുത്ത് വരമൊഴിയായിട്ട് എഴുതി കൊടുത്തു. എന്നാൽ വാമൊഴിയായി ദൈവം കൊടുത്ത കൽപ്പനകൾ, യാഗങ്ങളുടെ വ്യവസ്ഥകൾ, ഉത്സവങ്ങൾ, പൗരോഹിത്യ കർമ്മങ്ങൾ, യഹൂദന്മാരുടെ ഭക്ഷണത്തിലുള്ള വ്യവസ്ഥകൾ, ശുദ്ധീകരണ നിയമങ്ങൾ, ഇതെല്ലാം വാമൊഴി പ്രമാണമായിരുന്നു. സ്തോത്രം. ഇങ്ങനെ വാമൊഴി പറഞ്ഞു കൊടുത്തതിൽ പെട്ടതാണ് സമാപന കൂടാരം പണിയുവാനുള്ള രൂപ കൽപ്പന. സമാപന കൂടാരം ഉണ്ടാക്കേണ്ട വിധത്തെ പറ്റി പുറപ്പാട് പുസ്തകം 25 അധ്യായത്തിന്റെ 26, 27, 30 വാക്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 25, 26, 27, 30 എന്നീ 4 അധ്യായങ്ങൾ നമ്മൾ ചിന്തിച്ചു പഠിച്ചു കഴിഞ്ഞാൽ സമാപന കൂടാരത്തെ പറ്റിയുള്ള ഡീറ്റെയിൽ എങ്ങനെ ഉണ്ടാക്കണം, അതിൻ്റെ അളവുകൾ എല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞതായിട്ട് നമുക്ക് ആ അധ്യായങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കും. പുറപ്പാട് പുസ്തകത്തിൽ സമാപന കൂടാരത്തിന്റെ പണിയെ സംബന്ധിച്ച് ആവർത്തിച്ച് പറഞ്ഞൊരു പ്രത്യേക പദമുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചോണേ. സ്തോത്രം. യഹോവ മോശയോടെ കൽപ്പിച്ചതുപോലെ. സ്തോത്രം. നോക്കണമേ, ഇത് ആവർത്തിച്ച് പുറപ്പാട് പുസ്തകം 39 അധ്യായത്തിന്റെ 26 വാക്യം, 29, 31 എന്നീ അധ്യായങ്ങളിലെല്ലാം കൂടെയായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ. സ്തോത്രം. പുറപ്പാട് പുസ്തകം 39 അധ്യായത്തിന്റെ 26 വാക്യത്തിൽ ഇങ്ങനെ യഹോവ മോശയോട് കൽപ്പിച്ചത് പോലെ തന്നെ, just as the Lord had commanded the Moses. സ്തോത്രം. അങ്ങനെ അത് പണിയുവാനുള്ള ദൈവ കൽപ്പനയുടെ ആ സ്ട്രിക്ട്നെസ്, വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ ഒരു മെഷർമെന്റ് പോലും തെറ്റാതെ ഇത് പണിയണമെന്ന് ക്ലിയർ ആയിട്ട് ദൈവം ആവർത്തിച്ച് പുറപ്പാട് പുസ്തകത്തിൽ പറഞ്ഞതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കൂടാരത്തിന്റെ പണിയെ സംബന്ധിച്ച് ദൈവം മോശയോട് കൽപ്പിച്ചത് അല്പം പോലും വ്യത്യാസപ്പെടാതെ സൂക്ഷിച്ചു കൊള്ളണം. പൗലോസ് അപ്പോസ്തലൻ പറയുന്നതും അതുതന്നെയാണ്. ദൈവവചനത്തിന് കൂട്ടുചേർക്കാതെയും സത്യം വെളിപ്പെടുത്തുന്നതിൽ ദൈവസന്നിധിയിൽ സകല മനുഷ്യരോടും മനസാക്ഷികൾ ഞങ്ങളെ തന്നെ ബോധ്യപ്പെടുത്തുന്നു. 2 കൊരിന്ത്യർ 4 അധ്യായത്തിന്റെ 2-17 വാക്യങ്ങളിലാണ് അത് എഴുതിയിരിക്കുന്നത്. ദൈവമക്കളെ, ഈ കാലങ്ങളിൽ ദൈവവചനത്തോട് കൂട്ടുചേർത്തവരായി ദൈവവചനത്തെ കൂട്ടിമാറ്റി പഠിപ്പിച്ച് വചനത്തിന്റെ ആഴമേറിയ സത്യങ്ങളെ വെളിപ്പെടുത്ത് അനേക മാർമിക വിഷയങ്ങളെ പലതും
വെളിപ്പെടുത്തേണ്ടിടത്ത് വെളിപ്പെടുത്താതെ, സ്തോത്രം, മായം ചേർത്ത് ദൈവവചനം പഠിപ്പിക്കുന്നതും തെറ്റായി പഠിപ്പിക്കുന്നതുമായ ഒരു ആത്മീയ ലോകത്താണ് നാം വന്നിരിക്കുന്നത്. സ്തോത്രം. ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ച് ഉപായം പ്രയോഗിക്കാതെയും ദൈവവചനത്തിൽ കൂട്ടിച്ചേർക്കാതെയും സത്യം വെളിപ്പെടുത്തുന്നതിൽ ദൈവസന്നിധിയിൽ സകല മനുഷ്യരോടും മനസ്സാക്ഷിയും ഞങ്ങളെ തന്നെ ബോധ്യമാക്കുന്നു. എത്ര ക്ലിയർ ആയിട്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഈ വിഷയം കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ദൈവമക്കളെ, ദൈവവചനത്തിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയോ കൂട്ടിയോ കുറപ്പിച്ചോ ആവശ്യമില്ലാത്ത കലർത്തിയോ ഒന്നും പഠിപ്പിക്കുവാൻ ദൈവവചനത്തിൽ നമ്മെ അനുവദിച്ചിട്ടില്ല. ദൈവം തന്നിരിക്കുന്ന വചനത്തോട് കൂട്ടുവാനോ കുറയ്ക്കുവാനോ ആരും തുനിയരുത്. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വചനത്തോട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യരുത്. ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിലും വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിലും അതിനെപ്പറ്റി ശക്തമായ നിലയിൽ പരിശുദ്ധാത്മാവ് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം, ഈ പ്രവചന പുസ്തകത്തിലെ വചനത്തിൽ നിന്ന് ആരെങ്കിലും വലുതും നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധനഗരത്തിലും അവളുള്ള അംശം ദൈവം നീക്കിക്കളയും. ദൈവമക്കളെ, ദൈവത്തിൻ്റെ വചനം ഉള്ളതുപോലെ പഠിക്കുവാൻ, പഠിപ്പിക്കുവാൻ, ചിന്തിക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വിശ്വാസത്തിൻ്റെ ശുദ്ധ മനസ്സാക്ഷിയിൽ വെച്ച് ദൈവവചനം ശുശ്രൂഷിക്കണമെന്ന് തീമോഥെയോസിനുള്ള പൗലോസ് വളരെ ശക്തമായി കൽപ്പിക്കുകയാണ്. സ്തോത്രം. അതുകൊണ്ട് മോശയോട് ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞ കാര്യം യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവവചനം കുറച്ച് പഠിപ്പിക്കുവാനോ മായം ചേർത്ത് പഠിപ്പിക്കുവാനോ അതിനോടോട് എന്തെങ്കിലും കലർത്തി പഠിപ്പിക്കുവാനോ നമുക്ക് വ്യവസ്ഥയില്ല. പ്രൈസ് ദി ലോർഡ്. തുറന്നു പറയേണ്ട ഉപദേശങ്ങളെ തുറന്നു പറയുവാൻ നാം ബാധ്യസ്ഥരാണെന്ന് ഓർത്തുകൊള്ളണം. ഇതിനൊക്കെ നാം ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ കണക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. സ്തോത്രം. അടുത്ത വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. യഹോവയുടെ വാസസ്ഥലത്തിന് ബൈബിൾ പറഞ്ഞിരിക്കുന്ന വിവിധ പേരുകളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വിശുദ്ധ മന്ദിരം. ഒന്നാമതായിട്ട് വിശുദ്ധ മന്ദിരം പുറപ്പാട് പുസ്തകം 25-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ, എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ. രണ്ടാമതായിട്ട് കൂടാരം. നമുക്ക് കാണാമല്ലോ പുറപ്പാട് പുസ്തകം 33-8-ലും എബ്രായ ലേഖനം 9-21 കാണുവാനായിട്ട് സാധിക്കും. 3 കൂടാര നിവാസമായ ദേവാലയം. 1 ദിനവൃത്താന്തം 9-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. 4 യഹോവയുടെ ആലയം. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം. 5 തിരുനിവാസമായ സമാഗമന കൂടാരം. 1 ദിനവൃത്താന്തം 6-ാം അധ്യായത്തിന്റെ 32-ാമത്തെ വാക്യം. 7 ദേവാലയമായ തിരുനിവാസം. 1 ദിനവൃത്താന്തം 6-ാം അധ്യായത്തിന്റെ 48-ാമത്തെ വാക്യം. 8 സാക്ഷ്യ കൂടാരമെന്ന തിരുനിവാസം. പുറപ്പാട് പുസ്തകം 38. 9 സാക്ഷ്യ കൂടാരം. സംഖ്യാപുസ്തകം 7-15, പ്രവൃത്തി 7-44. സമാഗമന കൂടാരം 10 സംഖ്യാപുസ്തകം 10-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. പുറപ്പാട് 33-7. 11 യഹോവയുടെ തിരുനിവാസം. 1 ദിനവൃത്താന്തം 21-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യം. 12 ദൈവത്തിന്റെ സമാഗമന കൂടാരം. 2 ദിനവൃത്താന്തം 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. 13 ദൈവത്തിന്റെ തിരുനിവാസം. പുറപ്പാട് പുസ്തകം 25-9, സങ്കീർത്തനം 84-1. 14 സാക്ഷ്യ നിവാസം. സംഖ്യാപുസ്തകം 1-50.
ഇത്രയും കാര്യങ്ങള് തിരുവചനത്തിൽ ദൈവത്തിൻ്റെ ദേവാലയത്തെക്കുറിച്ച് വിവിധ പേരുകളാൽ തിരുവചനത്തിൽ നിന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇനി അടുത്ത വിഷയം, ബൈബിളിൽ കാണുന്ന ദേവാലയത്തെക്കുറിച്ചാണ്. പ്രധാനമായും 9 ആലയങ്ങളെക്കുറിച്ച് തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 1, സ്വർഗത്തിലെ ദേവാലയം. എബ്രായ ലേഖനം 8-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം, വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിന്റെ 19, 15-ന്റെ 5, 16-ന്റെ 1. 2, സമാപന കൂടാരം. സംഖ്യാപുസ്തകം 10-ാം അധ്യായത്തിന്റെ 3, പുറപ്പാട് പുസ്തകം 33-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. 3, സെരുബാബേലിന്റെ ദേവാലയം. സക്കറിയാ പ്രവചനം 4-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം. 4, ഹേരോദാവിന്റെ ദേവാലയം. ഇത് സെരുബാബേലിന്റെ ദേവാലയത്തെ ഹേരോദ രാജാവ് പുതുക്കി പണിതായിരുന്നു. ഇതിനെക്കുറിച്ചാണ് യഹൂദന്മാർ പറഞ്ഞത് 46 സംവത്സരം കൊണ്ട് പണിതിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ കാലത്തുണ്ടായിരുന്ന ദേവാലയം. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ. ഇനി 5-ാമത്തെ ദേവാലയം സഭയാം ദേവാലയമാണ്. 1 തിമോഥെയോസ് 3-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം. 5, വിശ്വാസികൾ ദൈവത്തിന്റെ ആലയം. 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിന്റെ 16, 6-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം. 7, യേശു ക്രിസ്തുവിന്റെ ശരീരമാകുന്ന ദേവാലയം. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം. 8, മഹോത്തരകാലത്തെ ദേവാലയം. മത്തായിയുടെ സുവിശേഷം 24-ന്റെ 15, ദാനിയേൽ പ്രവചനം 8-ാം അധ്യായത്തിന്റെ 11. സഹസ്രാബ്ദ ദേവാലയം. യെശയ്യാ പ്രവചനം 2-2, മീക 4-ന്റെ 1, യെശയ്യാവ് 47-ന്റെ 1-2, 41-ന്റെ 1 എന്നീ ഭാഗങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അടുത്ത വിഷയം, സമാപന കൂടാരത്തിന് ഉപയോഗിച്ച ലോഹങ്ങളും അതിൻ്റെ തൂക്കത്തെക്കുറിച്ചാണ് പറയുന്നത്. ആ ഭാഗമാണ് ചിന്തിക്കുവാൻ പോകുന്നത്. സമാപന കൂടാരത്തിന് ഉപയോഗിച്ച ലോഹങ്ങളെക്കുറിച്ച്. സമാപന കൂടാരത്തിൻ്റെ പണിക്ക് ഉപയോഗിച്ച പൊന്ന്, വെള്ളി, താമ്രം എന്നിവയുടെ കണക്ക് ലേവ്യരെടുത്തു. അത് അഹ്റോന്റെ ഇളയ മകൻ ഇത്മാർ പരിശോധിച്ച ശേഷം മോശയെ ഏൽപ്പിക്കുകയും ചെയ്തു. പുറപ്പാട് പുസ്തകം 38-ാം അധ്യായത്തിന്റെ 21 ഭാഗങ്ങളിൽ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. സ്വർണം 29 താലന്ത് 730 ശേക്കൽ, വെള്ളി 100 താലന്ത് 1777 ശേക്കൽ, താമ്രം 70 താലന്ത് 2400 ശേക്കൽ. ദൈവമക്കളെ, ഇത്രയും ലോഹങ്ങളാണ് സമാപന കൂടാരത്തിന്റെ പണിക്ക് വേണ്ടി ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. സ്തോത്രം. ഇന്ന് പകൽക്കാലം നമുക്കൊരുമിച്ച് ഇത്രയും നേരം ദൈവവചനം പഠിക്കുവാനും ധ്യാനിക്കുവാനും ദൈവം സഹായിച്ചല്ലോ. സമാപന കൂടാരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അതിൻ്റെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. തുടർന്ന് നമുക്ക് സമാപന കൂടാരത്തിൻ്റെ ഡീപ്പായിട്ടുള്ള വിഷയങ്ങളിലേക്ക് അടുത്ത ദിവസങ്ങളിൽ ഒരുമിച്ച് ചിന്തിക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. എല്ലാ ദൈവമക്കളെയും ദൈവം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മളെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾക്കൊരുമിച്ച് ഇത്രത്തോളം സമയം തിരുവചനം ധ്യാനിപ്പാൻ കർത്താവ് സഹായിച്ചതിനായി സ്തോത്രം. ഒരുമിച്ച് ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. ഇത്രത്തോളം നിന്റെ കൃപയുണ്ടായിരുന്നതിനായി സ്തോത്രം. യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ.